നമസ്കാരം. പ്രധാന വാർത്തകൾ. സാമ്പത്തിക തട്ടിപ്പ് കേസ് സൗബിൻ ഷാഹിറിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ആവശ്യമെങ്കിൽ സൗബിനെ വീണ്ടും വിളിപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ കോടതി നിർദ്ദേശിച്ചിരുന്നു. പ്രതികളെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമില്ലെന്നും അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട്. പ്രതികൾ 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ തട്ടിയെന്നാണ് കേസ്. കാറ്റും ഒറ്റപ്പെട്ട ശക്തമായ മഴയും 2 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നു മുതൽ ബുധൻ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഒമാനിൽ ചുഴലിക്കാറ്റിൽപ്പെട്ട വാഹനത്തിൽ നിന്നും തെറിച്ചു വീണു. മലയാളി പെൺകുട്ടി മരിച്ചു. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായ 4 വയസ്സുകാരി ജസ്സ ഹൈറയാണ് മരിച്ചത്. ഒമാനിലെ ആദം ഹൈമ പാതയിലാണ് അപകടമുണ്ടായത്. ചുഴലിക്കാറ്റിൽപ്പെട്ട വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. തുടർന്ന് വാഹനത്തിൽ നിന്നും പെൺകുട്ടി പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. സലാലയിൽ നിന്നും മടങ്ങി വരവെ കുടുംബത്തോടൊപ്പം സഞ്ചരിച്ച കാർ ആദമിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ പരിക്കുകൾ നിസ്സാരമാണ്. തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ആരോഗ്യമന്ത്രി രാജിവെക്കണം. സംസ്ഥാന വ്യാപകമായി BJP പ്രതിഷേധം. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി BJP. തിരുവനന്തപുരത്തും കോട്ടയത്തും തൃശൂരുമാണ് BJP പ്രതിഷേധം നടക്കുന്നത്. നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. ആശുപത്രിയുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. നെയ്യാറ്റിൻകര കാട്ടാക്കട റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വനിതാ പ്രവർത്തകരടക്കം റോഡിൽ കിടന്നാണ് പ്രതിഷേധിച്ചത്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചാണ് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. ചർച്ച പരാജയം. നാളെ സ്വകാര്യ ബസ് സമരം. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് പണിമുടക്ക്. ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നാളെ സമരം. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ തീരുമാനം ഉടൻ ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിൽ തീരുമാനമെടുക്കുമെന്നും ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് വർധന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ചതോടെയാണ് സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാലോചിതമായി വർദ്ധിപ്പിക്കുക, ബസ് ഉടമകളിൽ നിന്നും അനധികൃതമായി പിഴ ഈടാക്കുന്ന നടപടി അവസാനിപ്പിക്കുക, പെർമിറ്റ് പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്.